ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ജുവാന്റെ അങ്കിളും സീരിയസ് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അവനിങ്ങനെ വിഷമിച്ചിരിക്കും. അതിനുശേഷം അവന്റെ അങ്കിൾ പണ്ട് പറഞ്ഞ പോലെ അവന്റെ അങ്കിളിന്റെ ബർത്ത്ഡേക്ക് അന്ന് അവൻ ഉണ്ടാക്കാൻ വിചാരിച്ച ചെയിൻ ഇപ്പൊ പ്രസന്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനം എടുക്കും. അതേസമയം ജുവാനും ക്ലാസ്സിലൊന്നും വരാതെ അവന്റെ അങ്കിളിനെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. യൂജിനും അവരോടൊക്കെ ചെന്ന് പറയും, ഗൈസ് ജുവാൻ ഇപ്പൊ ക്ലാസ് ഇല്ലാത്തോണ്ട് അവൻ എന്തൊക്കെ പഠിപ്പിച്ചാന്ന് ഒന്നും പിടികിട്ടത്തില്ല. അതേപോലെ അവന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പൊ മോശം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ജുവാൻ ആവശ്യമുള്ളത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് പഠിത്തം, പിന്നെ ആഹാരം, പിന്നെ അവന്റെ കട സെയിൽസ് ഒക്കെ നടക്കണം. എന്നാലേ ആ കടയുടെ വാടക കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് 3 അവന് ഇമ്പോർട്ടന്റ്. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അവർ 3 കൂടെ ഓരോ ജോലി സെപ്പറേറ്റ് ചെയ്ത് അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ യൂജിനും ഹോസ്പിറ്റലിൽ ചെന്ന് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾ സിമ്പിൾ ആയിട്ട് ജുവാന് പഠിപ്പിച്ചു കൊടുക്കും. അതേസമയം സോങ് അവിടേക്ക് ഫുഡായിട്ട് വരുമ്പോഴാണ് ഇത് കണ്ട് അവന് ഷോക്കായി. എടാ സോങ്, നീ എന്തോടെ ഇവിടെ? നീ കറക്റ്റ് പ്ലാൻ ഒക്കെ ചെയ്ത് പഠിക്കുമല്ലേ? ഇപ്പൊ നീ പഠിക്കുന്ന സമയമല്ല, പിന്നെ എന്തിനാ ഇവിടെ വന്ന്? എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് സോങ്ങും, അതൊക്കെ മാറ്റി വെച്ചറ. നീ ഇങ്ങനെ കഴിക്കാതെ എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന് എങ്ങനെ? അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരും. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ജുവാനും താങ്ക്സ് പറയുന്നത്. അപ്പോഴാണ് സോങ്ങും, എടാ നീ താങ്ക്സ് എനിക്കൊന്നും പറയണ്ട, അവൾക്ക് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇതൊക്കെ യൂജിന്റെ പ്ലാനാ. അവൾ എപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിച്ചെല്ലാം നിനക്ക് പറഞ്ഞുതരും. പിന്നെ നിന്റെ ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റ്. പിന്നെ കടയൊക്കെ നോക്കുന്നത് നമ്മുടെ വാങ്ങ. അവൻ നിന്റെ തുണിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവരൊക്കെ പറയുമ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ട് അവൻ ഇമോഷണൽ ആകും. അങ്ങനെ ഓരോ ദിവസവും ഇവർ 3 പേരും കൂടെ ജുവാനെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അവന് ബാക്കിയുള്ള സമയത്തൊക്കെ അവന്റെ അങ്കിളിന് വേണ്ടി ആ ചെയിൻ റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം അത് റെഡിയാക്കി കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസം അവന്റെ അങ്കിളുടെ ബർത്ത്ഡേ ആകും. അങ്ങനെ അവനത് ഗിഫ്റ്റ് ആയിട്ട് അങ്കിളിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ അവൻ ഇല്ലാത്ത സമയം മറ്റേ അങ്കിളാണ് അങ്കിളിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവനെ രാവിലെ അവിടെ ചെന്നിട്ട്, അങ്കിളെ ഇനി ഞാൻ നോക്കിക്കോളാം, അങ്കിൾ പോയി റെസ്റ്റ് എടു. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അങ്കിളും, ഇല്ല കുഴപ്പമില്ല മോനെ, നിന്നെ ക്ലാസ് ഒക്കെ കാണുമല്ല, നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് അങ്കിൾ പറയുമ്പോഴാണ് അവനും പറയുന്നത്, അങ്കിളെ ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, അതുകൊണ്ട് കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ട്. എന്നിട്ട് അവൻ പറഞ്ഞ അവിടെ ഇത് കേട്ട അങ്കിളും, ഓ ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണോ? എടാ ചിൻഹേ, ഹാപ്പി ബർത്ത്ഡേ, നീ ആഗ്രഹിച്ച പോലെ ജുവാൻ തന്നെ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്കിൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അതിനുശേഷം ജുവാൻ അങ്കിളുടെ അടുത്തിരുന്നിട്ട് അവൻ ആ ചെയിൻ എടുത്ത് അങ്കിളിന്റെ കൈ വെക്കും. അങ്കിള്, നിങ്ങൾ എന്നോട് പണ്ട് പറഞ്ഞ പോലെ ഈ ചെയിൻ ഉണ്ടാക്കുന്നത് പാടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ വളർന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇത് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്ത്. എന്നിട്ട് അവന്റെ അങ്കിളിനെ വിഷ് ചെയ്യും. അതിനുശേഷം അന്ന് രാത്രി അവന്റെ അങ്കിളിന് കുഴപ്പമില്ലെന്ന് അറിഞ്ഞ ഉടനെ അവന് ഫ്രണ്ട്സിനെല്ലാം ഇന്ന് രാത്രി അവന്റെ കടയിലേക്ക് വിളിക്കും. എടാ ഇതെന്റെ അങ്കിളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് എന്റെ വീട്ടിൽ എല്ലാവർക്കും ട്രീറ്റാ. എന്നിട്ട് അവൻ പറയുമ്പോൾ അവല്ല സന്തോഷത്തി, ശരിയടാ ജുവാൻ, ഞങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയേക്കും. എന്നിട്ട് അവന്മാരുടെ ഒരു മെസ്സേജ് അയക്കും. അപ്പോഴാണ് യൂജിന് മെസ്സേജ് അയക്കുന്നത്, സോറി എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ എൻജോയ് ചെയ്തോ. എന്നിട്ട് അവളും പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ 3 പേരും കൂടെ യൂജിന് മിസ് ചെയ്യാന്ന് പറഞ്ഞ് ഫുഡൊക്കെ അടിച്ചവർ കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ അവന്മാർ അതൊക്കെ വീഡിയോ എടുത്ത്, യൂജിൻ നീ ഇല്ലാത്തതുകൊണ്ട് നിന്റെ ഫിഷും ഞാൻ തന്നെ കഴിക്കുക എന്നിനെ ജുവാനും അവൾക്ക് പകരമായിട്ട് കഴിക്കുന്നത് കണ്ട് ഇവള് ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന് മെസ്സേജ് അയക്കുന്നത്, യൂജിൻ നീ എപ്പോഴാ ഫ്രീ എന്നറ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. എന്നിന് അവൻ വിളിക്കുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ നാളെ തന്നെ പോവാം. എന്നിന് അവൾ അടുത്ത ദിവസം അവന് വേണ്ടി ഹോസ്റ്റലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വരുന്നുണ്ട്. അവളും, ജുവാൻ ഇന്ന് നമ്മൾ എവിടെ പോകുന്നത്? എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവന് സീക്രറ്റാന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് വാങ് വിളിച്ചോണ്ടുപോയ ആ പാർക്കിലോട്ട് പോകും. അപ്പോഴാണ് അവനും പറയുന്നത്, ഇത് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റാ, കാരണം ഞാൻ കഷ്ടപ്പെടുന്ന സമയത്തെല്ലാം ടീച്ചർ യൂജിൻ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. എന്നിന് അവളെ വിളിച്ചോണ്ട് അവിടുത്തെ എല്ലാ റൈഡിലും കയറും. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇവർ എൻജോയ് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ കപ്പിൾസിന് വേണ്ടി ഷൂട്ടിംഗ് ചാലഞ്ച് നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതി ജയിച്ച ടെഡി ബിയറും കുറെ ഗിഫ്റ്റ് കിട്ടും അറിഞ്ഞ ഉടനെ യൂജിനെ സന്തോഷത്തി അവൾക്ക് ആ ടെഡി ബിയർ വേണമെന്ന് പറയും. അപ്പോഴാണ് ഇത് കണ്ട ഓണറും, മോളെ നിനക്ക് ആ ടെഡി ബിയർ ആണെങ്കിൽ നീ 20 പ്രാവശ്യം ആ ബലൂൺ പൊട്ടിക്കണം, അത് ഒരെണ്ണം പോലും മിസ്സാവില്ല. എന്നിന് അയാൾ പറയുമ്പോഴാണ് അവളും, ഓ ഇത്രേ ഉള്ളു, ഇതൊക്കെ സിമ്പിളാ. എന്നിന് അവളും കണ്ണെടുത്ത് ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ കറക്റ്റ് ആയിട്ട് ആ ബലൂൺ പൊട്ടും. പക്ഷെ അതിനുശേഷം കൊള്ളുന്നെല്ലാം ബലൂന്റെ അപ്പുറത്തെ സൈഡാണ്. ഇതൊക്കെ കണ്ട് ജുവാനും ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളൊരു നോട്ടം നോക്കി, എന്തോ അടച്ചിരിക്കുന്നത്, നീ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാം കഷ്ടപ്പാട്. എന്നിന് അവളും അവസാനം ആ കളി തോറ്റുപോകും. അപ്പോഴാണ് ഇത് കണ്ട് ജുവാനും, ബോസ് നിങ്ങൾ ആ 20 ബലൂൺ ഓരോന്നായിട്ട് എറിഞ്ഞെന്ന് ഞാൻ അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്താൽ നിങ്ങൾ എനിക്ക് ആ ടെഡി ബിയർ ഗിഫ്റ്റ് ആയിട്ട് തരുമോ? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അയാളും, എന്തോ മാനെ നീ വല്ല ഷൂട്ടർ വല്ലതും ആണോ, എന്റെ കട അടയ്ക്കാൻ വന്നതാണോ? എന്നിന് അയാൾ പേടിക്കുമ്പോഴാണ് അവനും, എന്നെ കണ്ടിട്ട് അങ്ങനെ വന്നോ, ഞാനൊരു പാവം സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ, നിങ്ങൾ ചാലഞ്ചിന് ഓക്കെയാണ് പറ, ഞാൻ ആദ്യം പങ്കെടുക്കാം. എന്നിന് അവൻ പറയുമ്പം ഇത് കേട്ട അയാളും, എങ്കിൽ പിന്നെ നീ പറഞ്ഞ പോലെ ഞാൻ ഓരോ ബലൂണായിട്ട് എറിഞ്ഞുതരാം, നീ അത് ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം, എന്നാ ഞാൻ നിനക്ക് ആ ടെഡി ബിയറും പിന്നെ ഇവളെനിക്ക് തന്ന ആ പൈസയിൽ അതും തിരിച്ചെന്നേക്കാം. എന്നിന് അയാളും പറഞ്ഞോടെ ഇത് കേട്ട് അവനും ചിരിച്ചിട്ട് മത്സരത്തിൽ പങ്കെടുക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് യൂജിൻ അവനെ പുച്ഛത്തിൽ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ജുവാനും പെട്ടെന്ന് ഗണ്ണെടുത്ത് അയാൾ എറിയുന്ന ഓരോ ബലൂണും കറക്റ്റായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കായി ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ കടക്കാരനും പേടിച്ച് വെയിറ്റ് ഇല്ലാത്ത ഓരോ ബലൂണായിട്ട് ഇങ്ങനെ പൊക്കി എറിയും. പക്ഷെ അതും നമ്മുടെ ജുവാൻ മിസ് ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് അവസാനം ആ 20 ബലൂണും ഒരു പ്രാവശ്യം പോലും മിസ് ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യും. ഇത് കണ്ട് അവിടെ ചുറ്റി നിൽക്കുന്ന എല്ലാവരും കൂടെ ക്ലാപ്പ് അടിക്കും. അതിനുശേഷം അവനൊരു ടെഡി ബിയർ ചോദിക്കുമ്പോഴാണ് അയാളും പേടിച്ചിട്ട്, എടാ ഞാൻ മുമ്പ് ചോദിച്ചില്ല, നീ വല്ല ഷൂട്ടറാണോ, നിന്നെ കണ്ടിട്ട് പഠിക്കുന്നവനായിട്ട് തോന്നില്ല. എന്നിന് അയാൾ പറയുമ്പോഴാണ് യൂജിനും, ബോസ് ഇങ്ങനെ പറ്റിക്കില്ലേ, നിങ്ങൾ വാക്ക് തന്നെയല്ലേ, ആദ്യം ആ ടെഡി ബിയറും പിന്നെ ആ പൈസയും തിരിച്ച. ഏതിന് അവൾ പറഞ്ഞിട്ട് അയാളെ എല്ലാവരും നോക്കുന്നുണ്ട്. ആ ടെഡി ബിയർ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും, അങ്കിളെ നിങ്ങൾ എന്റെ പൈസ തിരിച്ചരണ്ട, ഞാൻ ഒരെണ്ണം ഷൂട്ട് ചെയ്തില്ല, അതിനെനിക്കൊരു കീ ചെയ്യുന്ന. എന്നിന് ഇവർ രണ്ടും കൂടെ ആ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് പോകും. അപ്പോഴാണ് യൂജിൻ അവന്റെ
നിന്ന് ടെഡി ബിയർ വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവനും തരാതെ സോറി ഇതെന്റെ ഞാനാ ജയിച്ചു വാങ്ങിച്ചത് എന്നിന് അവൻ പറയും. അപ്പോഴാണ് അവളും നീയല്ലേ പറഞ്ഞു അതെനിക്ക് ജയിച്ചു വാങ്ങിച്ചു തരാന്ന്, ഇപ്പൊ നീ വെച്ച എങ്ങനെ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ എപ്പോഴാ പറഞ്ഞു ജയിച്ച് നിനക്ക് വാങ്ങി തരാന്ന്, ഇതെന്റെ ഗിഫ്റ്റ് എന്നിന് അവനും പറയുമ്പോൾ പെട്ടെന്ന് അവൾ ആ കീ ചെയിൻ എടുത്തിട്ട് എങ്കിൽ ശരി നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ നടത്താം, ഈ കീ ചെയിൻ നീ വെച്ചോ ആ ടെഡി ബിയർ എനിക്കിതാ എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവൻ ആ കീ ചെയിൻ വാങ്ങിച്ചിട്ട് അവൾക്ക് ആ ടെഡി ബിയർ കൊടുക്കും. അങ്ങനെ രാത്രി വരെ അവർ ആ പാർക്ക് എൻജോയ് ചെയ്യുമ്പോഴാണ് അവളും ചോദിക്കുന്നത് ജുവാൻ എന്നാലും നീ എങ്ങനെ ആ 20 ബലൂൺ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത, അത് കുറച്ച് പാടല്ല എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും യുജിൻ ഇതൊരു ബിസിനസ് ട്രിക്കാ, അയാൾ അവിടെ 20 ബലൂൺ ആടെ വച്ചിട്ട് നിന്നെ ഷൂട്ട് ചെയ്യാൻ പറയും, പക്ഷെ അതിനകത്ത് മിക്കുള്ള എല്ലാ ബലൂണും കുറച്ച് വെയിറ്റ് ഉള്ള അതുകൊണ്ട് നിനക്കത് പൊട്ടിക്കാൻ പറ്റത്തില്ല, അതിനുശേഷം നീ തോറ്റുപോയി നിന്റെ പൈസയും പോവും. പക്ഷെ ഞാനിപ്പം അയാൾ ആ ബലൂൺ എടുത്തെറിയാൻ പറഞ്ഞുകൊണ്ട് അയാൾ വെയിറ്റ് ഇല്ലാത്ത ബലൂൺ എടുത്തെറിയത്തുള്ളൂ, കാരണം എന്നാലേ അത് നല്ലോണം പറക്കത്തുള്ളൂ. ആ ചാൻസ് യൂസ് ചെയ്ത് ഞാൻ ആ എല്ലാ ബലൂണും ഷൂട്ട് ചെയ്ത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ ഷോക്കായി. ഓ നീ അതിനും ഇത്രയൊക്കെ ആലോചിച്ചോ, എന്നാലും നീ എങ്ങനെ ആ 20 ബലൂൺ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്, അതിനൊരു കഴിവ് വേണം ഇതിന് അവളും പറയുമ്പോൾ ഇത് കേട്ട് അവനും ചോദിച്ചിട്ട് ആ കൊച്ചിയിലെ ഞാൻ ഇങ്ങനെ കുറെ ഷൂട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ട് എന്നിന് അവനും പറയുമ്പോഴാണ് അവളും ജുവാൻ ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ വിളിച്ചോണ്ടതിന് താങ്ക്സ്, ഞാൻ കുറെ എൻജോയ് ചെയ്ത് എന്നിന് ഇവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ജുവാന് വേണ്ടി സോങ്ങും വാങ്ങോടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എടാ നീ ഇത്ര സമയം എവിടെ പോയടാ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഞണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്നിന് അവന്മാരകത്തേക്ക് കയറി വരുമ്പോഴാണ് സോങ്ങും യൂജിൻ അവന് തന്ന കീ ചെയിൻ കാണും. ഇത് കണ്ട് അവന് മനസ്സിലായി യൂജിനും ജുവാനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ പോകുന്നുണ്ടെന്ന്. അതേസമയം ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വാങ് ആ കീ ചെയിൻ നോക്കിയിട്ട് എടാ ഈ ലേഡി ആരാടെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയ ഇതാരുടെ കീ ചെയിനാ എന്നിന് അവനും തൊട്ട് നോക്കുമ്പോഴാണ് ഇത് കണ്ട് സോങ്ങും ചിരിച്ചിട്ട് എടാ ജുവാൻ വരുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് തറ വെച്ച അല്ലേ നീ അഴുക്കൈയും കൊണ്ട് വെച്ച തൊടുന്നുണ്ട് അവൻ മിക്കവാറും ദേഷ്യത്തിലാണ് എന്നിന് അവൻ പറയുമ്പോഴാണ് വാങ്ങും ഓ പിന്നെ ഇത് തൊട്ട് അവൻ എന്തിനാണ് വഴക്ക് പറയുന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ജുവാനും വന്നിട്ട് എടാ നീ എന്തിനാടാ കീ ചെയിൻ തൊട്ട് എന്നിന് അവനെ അത് വാങ്ങിച്ചിട്ട് അത് സേഫ് ആയിട്ട് ഇങ്ങനെ തുടച്ചു കളയും. ഇത് കണ്ട് വാങ് ഷോക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവനും പറയുന്നത് എടാ വാങ് ഇതെന്റെ സാധനം നീ ഇത് മേലെ തൊട്ട് പോയില്ല എന്നിന് അവനും സുരക്ഷയായിട്ട് എടുത്ത് വയ്ക്കും. അതേസമയം യൂജിൻ ഹോസ്റ്റലിലേക്ക് ചെന്നിട്ട് അവൾ ഇന്ന് ജുവാന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തൊക്കെ അവൾ ഓരോ ഫോട്ടോസ് ആയിട്ട് നോക്കി സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് വിദേശത്ത് നിന്ന് യൂജിന്റെ അമ്മ അവളുടെ അച്ഛന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സാറും ക്ലാസ്സിലേക്ക് വന്നിട്ട് പിള്ളേരെ ഇന്ന് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഇന്ന് ക്ലാസ് ഉച്ച വരെ ഉള്ളു എന്നിനെ സാറും പറഞ്ഞ ഉടനെ അവരെല്ലാം സന്തോഷപ്പെടും. അപ്പോഴാണ് സാറും പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാരന്റ്സ് മീറ്റിംഗ് അതുകൊണ്ട് എല്ലാവരുടെ പാരന്റ്സിനും ഇൻഫോം ചെയ്തോ എന്നിനെ സാർ പറയുമ്പോഴാണ് അവരുടെ സന്തോഷം എല്ലാം മൊത്തത്തിൽ പോകും. അപ്പോഴാണ് വാങ്ങും എടാ ഞാനൊക്കെ എങ്ങനെ എന്റെ പാരന്റ്സിനെ വിളിക്കുന്നത്, അതൊക്കെ നേരത്തെ പറഞ്ഞാലേ നടക്കത്തുള്ളൂ, ഇന്ന് വിളിച്ചിട്ട് ഉച്ചക്കരാൻ പറഞ്ഞാൽ അവരൊക്കെ ബിസിയാ എന്നിന് അവന്മാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് യൂജിനും ജുവാന്റെ അങ്കിളൊരാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഓ ഈ കാര്യത്തിനൊന്നും അങ്കിളിനെ ശല്യപ്പെടുത്തുന്നില്ല, പിന്നെ യൂജിൻ നിന്റെ വീട്ടിൽ നിന്ന് ആര് വരും, നീ നിന്റെ ചേട്ടനെ വിളിക്കാൻ പോകണം എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും ചേട്ടൻ എപ്പോഴും ബിസിയാന്നിങ്ങനെ ആലോചിക്കും. അതുകൊണ്ട് അവളും ആരെയും വിളിക്കാൻ തീരുമാനം എടുക്കും. അതിനുശേഷം അവളുടെ വീട്ടിൽ നിന്ന് ആരും വരത്തില്ലെന്ന് സാറിനോട് ചെന്ന് പറയാൻ പോകുമ്പോഴാണ് സാർ ഇത് കേട്ട് ചിരിച്ചിട്ട് സോറി മോളെ എല്ലാവരുടെ പാരന്റ്സും വന്നേ പറ്റത്തുള്ളൂ എന്നിനെ സാർ പറയുമ്പോഴാണ് അവളും സാറേ എനിക്ക് നല്ല മാർക്കുണ്ടല്ലേ പിന്നെന്തിനാ എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത്, എന്നെ കുറിച്ചെല്ലാം മോശമായിട്ട് പറയാനുണ്ടോ എന്നിനെ അവൾ ചോദിക്കുമ്പോഴാണ് സാറും ഇല്ല ഇല്ല നിന്നെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ, പിന്നെ നിന്റെ പാരന്റ്സ് ഒന്നും നിനക്കെന്തോ കുഴപ്പം, ഒരേ നിന്റെ പാരന്റ്സിനെ വിളിക്കാൻ നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ വേണം നിന്റെ അച്ഛനെ ഫോൺ വിളിക്കാം എന്നിനെ സാർ പറയുമ്പോഴാണ് അവളും ഇല്ല വേണ്ട ഞാൻ തന്നെ വിളിച്ചോണ്ടെന്നോളാം എന്നിന് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ അവൾ ആരെ വിളിക്കുന്ന ആലോചിച്ചിട്ട് പെട്ടെന്ന് ചേട്ടനെ ഫോൺ വിളിക്കും. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് ചേട്ടനും എന്തുവാ വീണ്ടും നിന്റെ കൂടെ അടിവിടുന്നതൊക്കെ ആക്ട് ചെയ്യണോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും അല്ല ഇന്ന് ഉച്ചയ്ക്ക് എന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് നടക്കുക അതുകൊണ്ട് ഒരു പാരന്റ് ആയിട്ട് ചേട്ടൻ എന്റെ കൂടെ സ്കൂളിലേക്ക് വരാം എന്നിന് അവൾ ചോദിച്ചോടെ ചേട്ടനെ സന്തോഷത്തി ഓ ഇത്ര ഉള്ള ഉച്ചയ്ക്ക് ഞാൻ അവിടെ കറക്റ്റ് ആയിട്ട് എത്തിയിരിക്കും എന്നിനെ ചേട്ടന് മാസമായിട്ട് കോട്ടയൊക്കെ ഇട്ടുണ്ട് അവിടെ നിന്ന് നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളൊരു നോട്ടം നോക്കിയിട്ട് ഇതെന്തൊരു ഗെറ്റപ്പ് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും എന്തു പറ്റി ഇതെനിക്ക് ചേരുന്നില്ല, ഒരു പാരന്റ് ആയിട്ട് ഡീസന്റ് ആയിട്ട് വരണ്ടേ അതാ എന്റെ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓ എന്റെ ചേട്ടൻ എല്ലാ ഗെറ്റപ്പിൽ ലുക്ക എങ്കിൽ ശരി വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്നിന് അവളും ചേട്ടനെ വിളിച്ചോണ്ട് സ്കൂളിന്റെ അകത്തേക്ക് കയറും. അങ്ങനെ അവളും സാറിനോട് എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചേട്ടനെ പഠിപ്പിക്കുമ്പോഴാണ് ഇത് കേട്ട് ചേട്ടനും സ്റ്റോപ്പ് നീ എന്നെ പഠിപ്പിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നിന് അവര് സംസാരിച്ചോണ്ട് ക്ലാസ്സിലേക്ക് കയറാൻ വരുമ്പോഴാണ് സാറ് യൂജിനെ കണ്ടിട്ട് യൂജിൻ നീ ഇത്രയും സമയം എവിടെ ആയിരുന്നു, നിന്റെ അമ്മ പാരന്റ്സ് മീറ്റിംഗ് വന്നിട്ടുണ്ട് എന്നിനെ സാറും പറയുമ്പോഴാണ് പെട്ടെന്ന് യൂജിനും അവളുടെ അമ്മ ഇവിടെ കണ്ടതോടെ ഷോക്കാവും. അപ്പോഴാണ് ചേട്ടൻ ഇതൊക്കെ കണ്ടിട്ട് യൂജിൻ ഇതാരാ നിന്റെ അമ്മയാണോ എന്നിന് ഇവർ രണ്ടും കൂടെ ഷോക്കായി അടുത്തേക്ക് ചെല്ലും. അമ്മേ നിങ്ങൾ അതിന് ഇവിടേക്ക് വന്ന് ഞാൻ എന്തിനാ എന്റെ മോളെ കാണാൻ വേണ്ടി വന്ന് എന്നിന് അമ്മയും പറഞ്ഞോടെ ഇത് കേട്ട് ചേട്ടനും യൂജിൻ നിന്റെ പാരന്റ്സ് മീറ്റിംഗിന് നീ എന്നെ അല്ലേ പാരന്റ് ആയിട്ട് വിളിച്ചത് എങ്കിൽ പിന്നെ ഞാൻ എവിടേക്ക് പോയിരിക്കണം എന്നിന് ചേട്ടനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് സാറും അകത്ത് ക്ലാസ് റൂമിൽ ചെന്നിരിക്കാൻ പറയും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, കൂടാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.